കുട്ടീസ്, അരുണിമ മിസ്സാണേ. അപ്പോൾ എല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓണപരീക്ഷയുടെ ശേഷം വളരെയധികം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് LSSന് വേണ്ടിയിട്ട്. എത്ര കൂട്ടുകാർ ഇതിനോടകം പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുറേ ആളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ആളുകളൊക്കെ പിന്നെ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ മാറ്റി വെച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയുടെ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ കുറച്ചുകൂടി ഒരു ടൈം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ സുഗമമായിട്ട് സമാധാനത്തോടെ എല്ലാ ഭാഗങ്ങളും പഠിച്ച് ആദ്യത്തെ നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാം ഏറ്റവും മികച്ചതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മിസ് ഒന്ന് പറഞ്ഞു തരട്ടെ. നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും പഠിക്കുന്നുണ്ടല്ലോ, അതോടൊപ്പം തന്നെ മാത്സ്, EVS, മലയാളം തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഫോക്കസ് കൂടുതലായിട്ട് നിങ്ങൾ കൊടുക്കണം. മാത്രമല്ല, നമ്മൾ പഠിക്കാത്ത കുറേ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും LSSന് ഉണ്ടാവാറുണ്ട്. ഇപ്പം ക്ലോക്ക്, കലണ്ടർ തുടങ്ങിയ ഭാഗങ്ങൾ LSS സ്ഥിരമായിട്ട് മാത്സിൽ ചോദിച്ച് കാണാറുണ്ട്. അതേപോലെ തന്നെ GK എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ GK ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ടാവും അല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ ചിലപ്പോൾ PSCക്കൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ പഠിക്കുന്ന ഈ GK ആണോ ഞങ്ങൾ പഠിക്കേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് കുറേ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, നിങ്ങളൊന്ന് ഒരു കുട്ടി എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷമൊക്കെ GKയിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ സൈലത്തിൽ നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമായിരുന്നു. അവർ 10ൽ 10 മാർക്കും നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നേടിയെടുക്കാൻ സാധിക്കുന്നതേയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സൈലത്തിൽ LSSനും അതേപോലെ തന്നെ ബാക്കിയുള്ള എക്സാമുകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ സജ്ജരാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാണ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നമുക്കൊരു ഓഫർ കൂടിയുണ്ട്. നമ്മുടെ ഓഫർ എന്ന് പറയുന്നത് വിജയദശമിയോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഓഫറായിരുന്നു. കുറച്ച് കാലത്തേക്ക് കൂടെ നീട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ളൊരു സമയവും കൂടെയാണ്. അപ്പോൾ ആരെങ്കിലും ഇനി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതും ഇങ്ങനെ മാറ്റി വെക്കാതെ ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യുക. എന്നിട്ട് പഠനം ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ന്യൂസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ന്യൂസ് പേപ്പർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കൂളിലൊക്കെ എന്തായാലും ഉണ്ടാവും. അവിടെ നിന്ന് ന്യൂസ് പേപ്പർ വായിക്കുക, പേപ്പറിലുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കുക. നമുക്ക് കുറച്ച് ദിവസങ്ങളും കൂടെ കഴിയുമ്പോഴത്തേക്ക് GKക്ക് മാത്രമായിട്ട് പ്രത്യേകം ക്ലാസ്സുകൾ വരും. അതൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുമ്പോൾ GK നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഇതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്ത് തരും, സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടിപൊളിയായിട്ട് കൂടുതൽ ഇൻഫോർമേഷനുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. സൂപ്പറായിട്ട് പഠിക്കാം.